നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 4, 2025 തിങ്കൾ. അങ്ങനെ തുടർച്ചയായി 2 ട്രേഡിംഗ് സെക്ഷൻ ഉണ്ടായിരുന്ന നഷ്ടങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും ഇന്ന് 4 ഘടകങ്ങളാണ് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ലഭ്യമായത്. നിഫ്റ്റി 950 കൂടിയിട്ട് ഇന്ന് അതിന്റെ ഡേ ലോ ടച്ച് ചെയ്യുകയുണ്ടായി. അവിടെ നിന്നും ഗ്രാജുവലി നിഫ്റ്റി ഇന്നത്തെ ഡേ ഹൈ 24,736 എന്ന ലെവലിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. എങ്കിലും നിഫ്റ്റിയിൽ ഇന്ന് 24,600, 24,730 എന്നീ ലെവലുകൾക്കിടയിലുള്ള ഒരു കൺസോളിഡേറ്റഡ് ആയ ട്രേഡിംഗ് റേഞ്ച് ആണ് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ ഭൂരിഭാഗത്തിലും ദൃശ്യമായത്. തൽഫലമായി ഇന്ന് നിഫ്റ്റിക്ക് 24,700 എന്ന ലെവലിന് മുകളിലായിട്ടും സെൻസെക്സിന് 81,000 എന്ന ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ബാങ്ക് നിഫ്റ്റി ഫ്ലാറ്റ് ആയിട്ടും ഫിൻ നിഫ്റ്റി 15 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയും വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ച ഇന്ന് ദൃശ്യമായി. ഹീറോ മോട്ടോർ കോർപ്പ്, ടാറ്റ സ്റ്റീൽ, ഭാരത് ഇലക്ട്രോണിക്സ്, അദാനി പോർട്സ്, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ പവർ ഗ്രിഡ് കോർപ്പറേഷൻ, HDFC ബാങ്ക്, ONGC, ICICI ബാങ്ക്, അപ്പോളോ ഹോസ്പിറ്റൽസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടുന്ന കാഴ്ചയും ദൃശ്യമായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ എല്ലാ ഇൻഡസ്ട്രീസിനും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. PSU ബാങ്ക്, ഫാർമ, റിയാലിറ്റി, IT, മെറ്റൽ, ടെലകോം, മീഡിയ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓട്ടോ തുടങ്ങിയ സെക്ടറുകളിൽ 0.5% മുതൽ 2.5% റാലി ഇന്ന് ദൃശ്യമായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിനും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുവാൻ സാധിച്ചു. മിഡ് ക്യാപ്പിന് 1% നേട്ടം കൈവരിച്ചപ്പോൾ സ്മോൾ ക്യാപ്പിന് 0.7% നേട്ടം കൈവരിക്കാനുമായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ഇന്ന് 1,677 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ 1,030 കമ്പനികൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. ഇന്നും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 13 പൈസയുടെ നഷ്ടം നേരിടുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. തൽഫലമായി 87.65 എന്ന നിലയിലാണ് ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്നത്തെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് സെക്ഷനിൽ ഇന്ത്യ വിക്സിൽ 5% ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും മാർക്കറ്റ് ഉയർന്നതിനെ തുടർന്ന് ഇന്ത്യ വിക്സിലും ഇടിവ് ഇന്ന് ദൃശ്യമായി. തൽഫലമായി 11.96 എന്ന നിലയിൽ ഇന്ത്യ വിക്സിനും ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായി. നമ്മുടെ മാർക്കറ്റില് ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമായത് പ്രധാനമായും 4 ഘടകങ്ങളാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഇന്ന് നമ്മുടെ ഓട്ടോ സെക്ടറിൽ ഉണ്ടായ നേട്ടം തന്നെയാണ്. ഹീറോ മോട്ടോർ കോർപ്പ്, TVS മോട്ടോഴ്സ്, M&M തുടങ്ങി പ്രധാനപ്പെട്ട കമ്പനികൾ ജൂലൈ മാസത്തെ സെയിൽസ് തകർപ്പൻ റിസൾട്ടുകൾ വന്നതിന്റെ ഫലമായിട്ട് ഇന്ന് 3%-ലേറെ റാലി സ്റ്റോക്കുകളിൽ ദൃശ്യമായിരുന്നു. മാത്രമല്ല ഇന്ന് നിഫ്റ്റി ഓട്ടോയും 1%-ലേറെ ഉയരുന്ന കാഴ്ചയും തൽഫലമായി ദൃശ്യമായി. രണ്ടാമതായി ഇന്ന് മെറ്റൽ സ്റ്റോക്സിലുണ്ടായ റാലി നമ്മുടെ മാർക്കറ്റിലും പ്രതിഫലിച്ചു. ഇന്ന് നിഫ്റ്റി മെറ്റലില് 1.6%-ഓളം റാലി ദൃശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മെറ്റൽ സ്റ്റോക്സിലുണ്ടായ റാലിയും നമ്മുടെ മാർക്കറ്റിനെ കരകയറുവാനായിട്ട് ഒരു പരിധിവരെ സഹായിച്ച ഘടകമായി മാറി. പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് തന്നെയാണ് മൂന്നാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് സഹായിച്ച മറ്റൊരു ഘടകം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US-ൽ നിന്നും ജൂലൈ മാസത്തെ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് റേറ്റിന്റെ റിലീസ് ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാളും മോശമായ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് റേറ്റ് വന്നതിനെ തുടർന്ന് അത് സെപ്റ്റംബർ മാസത്തിലുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനെ പോസിറ്റീവായിട്ട് ബാധിക്കുമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് മാർക്കറ്റ് എത്തിച്ചേർന്നു. ഈ ഒരു ഡേറ്റ മോശമായി വന്നതിനെ തുടർന്ന് അത് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുവാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയുണ്ടായി വരുന്ന ഫെഡ് മീറ്റിംഗിൽ. ഇതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയില്
US ഫ്യൂച്ചർ 500-ലേറെ പോയിന്റുകൾ ഇടിഞ്ഞെങ്കിൽ കൂടിയിട്ടും ഇന്ന് രാവിലത്തോടു കൂടി ഡോ ജോൺസ് ഫ്യൂച്ചർ പോസിറ്റീവായിട്ട് മാറുന്ന കാഴ്ച കാണുവാൻ സാധിച്ചത്. അത് മാത്രമല്ല, നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 282 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടരുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഹോങ്കോങ് മാർക്കറ്റിലും കൊറിയൻ മാർക്കറ്റിലും ചൈനീസ് മാർക്കറ്റിലൊക്കെ ഉണ്ടായ ഇന്നത്തെ നേട്ടം ഇന്ന് നമ്മുടെ മാർക്കറ്റിലും പ്രതിഫലിക്കുകയുണ്ടായി. സോ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായ ഈ റാലി നമ്മുടെ മാർക്കറ്റിലും ദൃശ്യമായി. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇന്ന് ഉണ്ടായ ഇടിവ് നാലാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായിച്ച മറ്റൊരു ഘടകമായി മാറി. ഇന്ന് ബ്രെൻ ക്രൂഡിലും ക്രൂഡ് ഓയിലിലൊക്കെ ഗണ്യമായ ഇടിവ് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ബ്രെൻ ക്രൂഡിന് 1.5%, ക്രൂഡ് ഓയിലിൽ 1.8% ഇടിവ് നിലവിൽ ദൃശ്യമാണ്. മാത്രമല്ല, ഗോൾഡും നിലവിൽ നേരിയ ഇടിവിൽ തന്നെയാണ് തുടരുന്നത്. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഇടിവ് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നതിനാൽ കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ നേട്ടത്തിന് ഒത്തിരിയേറെ സഹായകമായി. അവസാനത്തെ തുടർച്ചയായ 8 ട്രേഡിംഗ് സെക്ഷനിലും 7 ട്രേഡിംഗ് സെക്ഷനിലും ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിൽ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു ദൃശ്യമായത്. എന്നാൽ ഇന്ന് ഡിഫൻസ് സെക്ടറിൽ വാല്യൂ ബൈയിങ് ദൃശ്യമായിരുന്നു. തൽഫലമായി ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, BEML തുടങ്ങിയ ലീഡിംഗ് ഡിഫൻസ് സ്റ്റോക്കുകളിൽ 3% റാലി കാണുവാൻ സാധിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഡോ ജോൺസ് ഫ്യൂച്ചർ മുൻപ് പറഞ്ഞ പോലെ തന്നെ അതിശക്തമായ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ 3 മാർക്കറ്റുകളും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. ജർമ്മൻ മാർക്കറ്റ് 1%-ലേറെ നേട്ടത്തിലാണ് നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് ലീഡിംഗ് ആയ ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാനും തായ്വാനും ഇന്തോനേഷ്യൻ മാർക്കറ്റും ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നേട്ടത്തോടുകൂടി വ്യാപാരം തുടരുന്നതും അവസാനിപ്പിക്കുന്നതുമായിട്ടുള്ള കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. കൊമോഡിറ്റിയിലും ഇടിവാണ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. എക്സോ നോബൽ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റിൽ 21% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. തത്സമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 4% ഇടിവ് രേഖപ്പെടുത്തി. 156 രൂപ ഡിവിഡൻഡ് പെർ ഷെയറും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി 1:10 എന്ന റേഷ്യോയില് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഇന്ന് അനൗൺസ് ചെയ്യുകയുണ്ടായി. അദാനി ഗ്രൂപ്പ് BYD ബീജിംഗിലെ വെലിയോൺ ന്യൂ എനർജി ടെക്നോളജീസുമായിട്ടുള്ള കൊളാബറേഷൻ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നായിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ശരിയല്ല എന്നുള്ള സ്ഥിരീകരണം കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഇന്ന് വരികയുണ്ടായി. ഫെഡറൽ ബാങ്ക് Q1 ഏർണിംഗ്സ് മോശമാവുക എന്നതിനെ തുടർന്ന് ഇൻട്രാഡേ ബേസിസിൽ ഇന്ന് 6% ഇടിവ് സ്റ്റോക്കിൽ ദൃശ്യമായി. തൽഫലമായി സ്റ്റോക്കിൽ 14 വീക്കിലെ ലോ ഇന്ന് സ്റ്റോക്ക് ടച്ച് ചെയ്യുകയുണ്ടായി. ഹർഷ എഞ്ചിനീയേഴ്സ് ജേണൽ ബേണിംഗ്സിന്റെയും ബുഷസിന്റെയൊക്കെ സപ്ലൈയുമായി ബന്ധപ്പെട്ട് 3 വർഷത്തേക്ക് തുടർച്ചയായിട്ട് സപ്ലൈ ചെയ്യുവാനുള്ള ഓർഡറുകൾ ലഭിച്ചു. പെർ ഇയർ 117 കോടി രൂപയുടെ ഓർഡറാണ് ലഭിക്കുകയുണ്ടായത്. കല്യാൺ ജുവല്ലേഴ്സ് പുതിയ വാർത്തകൾ വരുന്നത് പ്രകാരം കമ്പനി 170 പുതിയ സ്റ്റോറുകൾ ഫ്രാഞ്ചൈസി മോഡലിൽ ഓപ്പൺ ആക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. മാരിക്കോ നെറ്റ് പ്രോഫിറ്റിൽ 8% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 474 കോടി രൂപയിൽ നിന്നും 513 കോടി രൂപയായിട്ട് ഉയർന്നു. റവന്യൂവിലും 23% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. തത്സമയം മാർജിനില് ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.